ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൃദൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലമിഠായിയാണ്. നമ്മൾ കടലമിഠായി ഉണ്ടാക്കാൻ ചട്ടി ചൂടാക്കി അതിലോട്ട് 1.5 കപ്പ് അളവിൽ കടല ചേർത്ത് കൊടുക്കണം. ഈ കടല നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കടല വറക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കടല പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കടല പയ്യെ നമ്മൾ വറുത്തെടുക്കുവാണ്. നമ്മൾ 1.5 കപ്പ് അളവിൽ കടലയ്ക്ക് നമ്മൾ 1/2 കപ്പ് അളവിലാണ് ശർക്കര ചേർക്കുന്നത്. അപ്പം നമുക്ക് ശർക്കര 1/2 കപ്പ് അളവിലെടുത്തിട്ട് നമുക്കത് അതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടതൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മളപ്പം ശർക്കരയൊന്ന് ഉരുക്കാൻ പോവാണ്. ലോ ഫ്ലെയിമിലിട്ട് ഉരുക്കിയെടുത്താൽ മതി. നമ്മൾ കടല ഇളക്കി കൊടുക്കുവാണ് ഒന്നുകൂടെ. ഇപ്പം നമ്മുടെ ശർക്കര ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഒരു പാത്രം എടുത്ത് നമ്മൾ അത് ഇപ്പം അരിച്ചെടുക്കുവാണ്. അത് അരിച്ചെടുത്ത ശേഷം നമ്മൾ ഒന്നുകൂടി ഇത് ഉരുക്കുക. നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഉരുക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കടല തൊലി കളഞ്ഞ് ഒരു കടല 2 പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ഈ ഉരുകിയ ശർക്കരയിലോട്ട് നമ്മളൊക്കെ അത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ കടല മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കടലയെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ചെറിയ തീ തന്നെ വേണം. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് നെയ്യ് നന്നായിട്ട് തടവി ആ പാത്രത്തിലോട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ അത് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ചൂടോടുകൂടി തന്നെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കടലമിഠായി ഇത് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കടലമിഠായി റെഡി.